നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനധികൃത മണൽ കടത്ത് ലോറികൾ തടഞ്ഞ് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണമുള്ള പോലീസുകാരനെയും മുൻ ട്രോമ കെയർ വോളണ്ടിയർമാരെയും തിരൂർ ഡിവൈഎസ്പി ചോദ്യം ചെയ്തു. മാലിന്യ സംസ്കരണത്തിന് ഊന്നൽ നൽകി നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. മംഗലത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് വീട്ടമ്മ മരണപ്പെട്ടു. രണ്ട് കിലോമീറ്റർ റോഡ് ടാറിംഗ് 13 കൊല്ലമായിട്ടും തീർന്നില്ല. കഞ്ഞിപ്പുര മൂടൽ ബൈപ്പാസ് റോഡ് ഉപരോധിച്ച് നാട്ടുകാർ. തിരൂർ ഫാത്തിമ മാത ആൻഡ് LP സ്കൂൾ വാർഷികാഘോഷം പ്രശസ്ത സിനിമ TV താരം നിയാസ് ബക്കർ ഉദ്ഘാടനം ചെയ്തു. താനൂർ ഫിഷറീസ് സ്കൂളിന്റെ അടുത്തുള്ള ജലനിധി ടാങ്കിലെ മലിനജലം ശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് ശുദ്ധജലം നൽകണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ധർണ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. അനധികൃത മണൽക്കടത്ത് ലോറികൾ തടഞ്ഞ് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണമുള്ള പോലീസുകാരനെയും മുൻ ട്രോമ കെയർ വോളണ്ടിയർമാരെയും തിരൂർ ഡിവൈഎസ്പി ചോദ്യം ചെയ്തു. പരാതിക്കാരില്ലാത്തതിനാൽ സംഭവത്തിൽ കേസെടുത്തിട്ടില്ലെന്നാണ് സൂചന. സംഭവത്തിൽ അന്വേഷണമുണ്ടാവുമെന്ന് ഡിവൈഎസ്പി PP ഷംസുദ്ദീൻ വെട്ടന്യൂസിനോട് പറഞ്ഞു. തിരൂർ BP അങ്ങാടി കട്ടച്ചിറ റോഡിൽ വെച്ച് തിങ്കളാഴ്ച പുലർച്ചെ അനധികൃത മണൽക്കടത്ത് ലോറികൾ തടഞ്ഞ് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണമുള്ള പോലീസുകാരനെയും മുൻ ട്രോമ കെയർ വോളണ്ടിയർമാരെയും തിരൂർ ഡിവൈഎസ്പി ചോദ്യം ചെയ്തു. സംഭവത്തിൽ നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഉടൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കൈമാറുമെന്നും ഡിവൈഎസ്പി PP ഷംസുദ്ദീൻ പറഞ്ഞു. മണൽക്കടത്തുകാരുമായി അവിശുദ്ധ ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾക്കാണ് ജില്ലാ പോലീസ് ഒരുങ്ങുന്നത്. വെട്ടന്യൂസ് തിരൂർ. മാലിന്യ സംസ്കരണം, സമ്പൂർണ്ണ ഭവന പദ്ധതി, കാർഷിക മേഖല, ഭിന്നശേഷി സൗഹൃദ മേഖലകൾ ഊന്നൽ നൽകി നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 28,04,44,275 രൂപ വരവും 27,03,26,098 രൂപ ചിലവും 1,01,18,177 രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ അവതരിപ്പിച്ചു. ഭിന്നശേഷിക്കാർക്ക് ബഡ് സ്കൂൾ, തരിശുരഹിത പഞ്ചായത്തിൽ ഓപ്പൺ ജിം, പാവപ്പെട്ട രോഗികൾക്ക് ഓട്ടോ സംവിധാനം, എല്ലാ വീടുകളിലും റിംഗ് കമ്പോസ്റ്റ്, ബയോബിൻ, SC വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് കോച്ചിംഗ് സെന്റർ, പഞ്ചായത്തിൽ PSC കോച്ചിംഗ് സെന്റർ, മത്സ്യത്തൊഴിലാളികൾക്ക് സ്വയം തൊഴിൽ സംരംഭം, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ്, അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ, വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ്, പ്രവാസി സൗഹൃദ പഞ്ചായത്ത്, ക്ഷീരകർഷക സൗഹൃദ പഞ്ചായത്ത്, കുട്ടികൾക്കായി നൂതന പ്രൊജക്ട്, കളിമുറ്റങ്ങൾ, ജനകീയ പാലിയേറ്റീവ് പരിചരണം എന്നിവ നടപ്പിലാക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VEM ഇക്ബാൽ, ആരോഗ്യവും വിദ്യാഭ്യാസവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP സൈതലവി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EV സാജിറ, വാർഡ് മെമ്പർമാരായ CP ഷഹദുള്ള, KT കേശവൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബോബി ഫ്രാൻസിസ് സ്വാഗതവും AS പ്രീത നന്ദിയും പറഞ്ഞു. ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ നിയാസി A, കുന്നുമ്മൽ ദാസൻ, ചാരത്ത് ഷെരീഫ് ഹാജി, P വിനേശൻ എന്നിവർ സന്നിധരായി. വെട്ടം ന്യൂസ്, നിറമരുതൂർ. കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മംഗലംകോട്ടയിൽ സുനിലയാണ് മരണപ്പെട്ടത്. BP അങ്ങാടി സ്വദേശി അയ്യപ്പന്റെ ഭാര്യയാണ് സുനില. ചൊവ്വാഴ്ച വൈകിട്ട് 4-നാണ് കൂട്ടായിക്കടവ് റോഡിൽ മാസ്റ്റർ പടിയിൽ അപകടമുണ്ടായത്. കൂട്ടായി ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് കാൽനട യാത്രക്കാരിയായ സുനിലയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. മംഗലത്തെ തറവാട് വീട്ടിൽ അമ്മയെ പരിചരിച്ച് മടങ്ങുകയായിരുന്നു സുനില. ഗുരുതരമായ പരിക്കേറ്റ സുനിലയെ ആലത്തിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ബുധനാഴ്ച പുലർച്ചെ മരിച്ചു. വെട്ടം ന്യൂസ്, മംഗലം. 2 കിലോമീറ്റർ റോഡ് ടാറിംഗ് 13 കൊല്ലമായിട്ടും തീർന്നില്ല. കഞ്ഞിപ്പുര മൂടൽ ബൈപ്പാസിൽ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ. വീട്ടമ്മമാരും കുട്ടികളുമടക്കം 100-ലധികം പേർ ചേർന്നാണ് അമ്പലപ്പറമ്പിൽ റോഡ് ഉപരോധിച്ചത്. പൊടിശല്യം വർദ്ധിച്ചതോടെ സഹികെട്ടാണ് റോഡ് ഉപരോധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയത്.
കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് നവീകരണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ചാണ് ജനപ്രതിനിധികളും നാട്ടുകാരും അടങ്ങുന്ന ജനകീയ സമരസമിതി ഉപരോധ സമരവുമായി രംഗത്തെത്തിയത്. അമ്പലപ്പറമ്പ് രംഗത്തെ 2 കിലോമീറ്ററോളം വരുന്ന റോഡാണ് തകർന്നു തരിപ്പണമായി കിടക്കുന്നത്. ഇവിടെ വേനൽക്കാലമായതോടെ പൊടിശല്യം രൂക്ഷമാണ്. ഇതിനാൽ വിദ്യാർത്ഥികളടക്കം യാത്ര ദുഷ്കരമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്. ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ, നീതിക്കായി പൊരുതുന്നു. ഈ സമരം സൂചന മാത്രം. അമ്പലപ്പറമ്പിലെ KCB സബ്സ്റ്റേഷന് മുന്നിലായിരുന്നു സമരം. സ്ത്രീകളും കുട്ടികളും ജനപ്രതിനിധികളും അടക്കം 100-ലധികം ആളുകളാണ് ഉപരോധ സമരവുമായി രംഗത്തിറങ്ങിയത്. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെയും വളാഞ്ചേരി നഗരസഭയിലെയും ജനപ്രതിനിധികളാണ് സമരക്കാർക്കൊപ്പം ചേർന്നത്. 13 വർഷമായിട്ടും റോഡ് ടാറിംഗ് പൂർത്തിയാക്കാത്തത് വലിയ വീഴ്ചയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. ബൈറ്റ്സ്. വളാഞ്ചേരി, മൂടാൽ, കഞ്ഞിപ്പുര എന്നിവിടങ്ങളിൽ നിന്നുള്ള റോഡ് സംഗമിക്കുന്ന പ്രദേശമാണ് അമ്പലപ്പറമ്പ്. 2 കിലോമീറ്റർ മാത്രം ദൂരമാണ് ടാർ ചെയ്യാൻ ബാക്കിയുള്ളത്. വേനൽക്കാലമായാൽ പൊടി നിറയുന്നതും മഴക്കാലത്ത് ചെളിക്കുളമാകുന്നതുമാണ് പ്രധാന പ്രതിസന്ധി. ഇതേ രൂപത്തിൽ കിടന്നിരുന്ന മൂടാലിൽ കഴിഞ്ഞ തവണ സമരം നടത്തിയതിനെ തുടർന്ന് റോഡ് നവീകരിച്ചിരുന്നു. അമ്പലപ്പറമ്പിൽ നവീകരണം പാതിവഴിയിൽ കിടക്കുകയാണ്. സമരസമിതി കൺവീനർ മരക്കാർ CP, മണി മാരത്ത്, സാബ കരീം, സക്കീർ മൂടാൽ, റഷീദ് കുഞ്ഞിപ്പ, സുഹൈല KK, ഫാത്തിമക്കുട്ടി തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. വളാഞ്ചേരി കുറ്റിപ്പുറം പോലീസ് സ്ഥലത്തെത്തി. വെട്ടം ന്യൂസ്, കോട്ടയ്ക്കൽ. തിരൂർ ഫാത്തിമ മാത നഴ്സറി LP സ്കൂൾ വാർഷികാഘോഷം വർണ്ണശബളമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ റവറന്റ് സിസ്റ്റർ ട്രീസ ജോർജ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ജീന ഭാസ്കർ സ്വാഗതം പറഞ്ഞു. പ്രശസ്ത സിനിമാ മിമിക്രി താരം നിയാസ് ബക്കർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തിരൂർ ഫാത്തിമ മാത നഴ്സറി LP സ്കൂൾ വാർഷികോത്സവം വർണ്ണശബളമായി. തിരൂർ വാർഡ് മെമ്പർ ഷബീർ അലി, തിരൂർ AEO രമ, തിരൂർ റവറന്റ് ഫാദർ ജോസഫ് മണ്ണഞ്ചേരി, PTA വൈസ് പ്രസിഡന്റ് ഷിഹാബ് KTO എന്നിവർ ആശംസകൾ പറഞ്ഞു. ചടങ്ങിൽ കുട്ടികൾക്ക് സമ്മാനദാനം നടത്തി. തുടർന്ന് കുട്ടികളുടെ നിറപ്പകിട്ടാർന്ന കലാപരിപാടികൾ അരങ്ങേറി. വെട്ടം ന്യൂസ്, തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നമസ്കാരം.